ടി ജി യുദ്ധം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ കരാറൊക്കെ ആയി, ഇപ്പം ബാക്കി ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയൊരു വിവരം അനുസരിച്ച് 90% ഇസ്രയേലികളും അവർ ഇറാനാണ് ജയിച്ചത് എന്നുള്ള രീതിയിലാണ്. ഒരു 14,000 പേരുടെ ഒരു സർവേ ആയിരുന്നു. ടൈംസ് ഓഫ് ഇസ്രായേലാണ് പുറത്തുവിട്ടത്. സത്യത്തിൽ ആരാണ് ഇതിനകത്ത് ജയിച്ചത്? അല്ല, അത് ഇസ്രായേലിൻ്റെ ഒരു ടാക്റ്റിക്കൽ മൂവ്മെൻ്റ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ഈ കരാറിൽ ഇസ്രായേൽ പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നത് ഈ കരാർ ഞങ്ങൾക്ക് ബാധകവുമല്ല. ഈ കരാർ കോംപ്രഹെൻസീവ് അല്ല. കോംപ്രഹെൻസീവ് കരാർ എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ്റെ പ്രോക്സി, അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഞാനത് ഓർമ്മ വയ്ക്കുന്നത് ഹാ ഹി ഹൂ എന്ന് പറഞ്ഞിട്ടാണ്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്. അല്ല, അല്ലെങ്കിൽ മറന്നു പോകുക, അതുകൊണ്ട് ഒരു ഫോർമുലയാക്കിയത്. അപ്പോൾ ഇവരുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. ഇവരുടെ ഈ ഓപ്പറേഷൻസ് നിർത്തിവെക്കണം. അപ്പോൾ ഇറാൻ എന്ന് പറയുമ്പോൾ ഇറാൻ മാത്രമല്ല, ഈ 3 പേരും കൂടെ ചേർന്നതാണ് ഇറാൻ. ഇറാന് ഇത് മാത്രമല്ല, ഇറാഖിൽ അവർക്ക് ഇതുപോലത്തെ മിലീഷ്യയുണ്ട്, കൊള്ളക്കാരുണ്ട്, തീവ്രവാദികളുണ്ട്. പാകിസ്ഥാനിലുണ്ട്, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇറാന് എല്ലാ രാജ്യങ്ങളിലും, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തും ഇറാന് അവരുടെ ഈ പറഞ്ഞ അട്ടിമറിക്കാരുണ്ട്. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ ഇറാനിൽ പോയി സംസാരിച്ചതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ പണ്ട് പുറത്തു വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഹമാസ് പാകിസ്ഥാനിൽ വന്നിരുന്നല്ലോ, ഹമാസിൻ്റെ നേതാക്കൾ. അവർ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. ഈ പഹൽഗാം സംഭവം വാസ്തവത്തിൽ അതിൻ്റെ ഡിസൈൻ ഹമാസിൻ്റെയാണ്. ഈ ആളെ തിരിച്ചറിഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറയും. അപ്പോൾ ഈ പരിപാടിയൊക്കെ നിർത്താതെ ചുമ്മാ യുദ്ധം തീർന്നു എന്ന് പറഞ്ഞിട്ട് ട്രംപിന് എന്തോ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പുണ്ട് അവിടെ. അയാളുടെ പാർട്ടിയുടെ ഗ്യാസ് പോകാൻ പോകുന്നു. അതുകൊണ്ട് അയാൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇസ്രായേൽ ഇതിന് കൂട്ടുനിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൽ ഇസ്രായേലിലെ ജനങ്ങൾ മൊത്തം തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടായിരിക്കാം ഈ സർവേ നടത്തിയതെന്ന്. വാസ്തവത്തിൽ ആ സർവേയുടെ ഫലം കറക്റ്റാണ് കേട്ടോ. അവർ ഈ കരാറുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലിലെ ഭരണകക്ഷി, ഇസ്രായേൽ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, ഒറ്റയ്ക്കൊന്നുമല്ല നെതന്യാഹു ഭരിക്കുന്നത്. അത് കൂടെയുള്ളവർ തന്നെ പറഞ്ഞു, നെതന്യാഹു ഈ കരാറിന് നിന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ ബലി കൊടുക്കുക ഞങ്ങൾ. നെതന്യാഹു ഭീകരമായൊരു റിബട്ടൽ നടത്തി. ഒരു കാരണവശാലും ഇസ്രായേൽ ഇതിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഹിസ്ബുള്ള ഇപ്പോഴും ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം ഞങ്ങൾ തിരിച്ചു കൊടുക്കില്ല. ലെബനിൽ നല്ല രീതിയിൽ സ്ഥലം ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേൽ വികസിക്കുകയാണല്ലോ ചെയ്യുന്നത്. അവരുടെ ടെറിട്ടറി വികസിച്ച് വരുന്നു. അപ്പോൾ അത് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. യുദ്ധം ഇപ്പോഴും തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുമില്ല. അത് അമേരിക്കയുടെ താല്പര്യമാണ്. ഈ ഏരിയ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അങ്ങനെ ഇരുന്നാലേ ഇവരെയൊക്കെ പേടിപ്പിച്ച് നിയന്ത്രണത്തിൽ നിർത്താൻ അമേരിക്കയ്ക്ക് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ത്രൂ ഔട്ട് ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും ഒരു സമാധാനവുമില്ലാതെ കിടക്കണം എന്ന് അമേരിക്ക വിചാരിക്കുന്നു.